രണ്ട് കുട്ടികൾ ആപത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാനെത്തുന്നത് അവർക്ക് ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഒരു നായക്കുട്ടി. ഉദ്വേഗജനകമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ഫിലിമാണ് ബെഞ്ചി. രാത്രി കൂറ്റാക്കൂരിരുട്ടത്ത് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വരികയാണ്. ആനിമൽ റെസ്ക്യൂ ടീമിന്റെ വാഹനമാണത്. അവിടെ ഒരു അമ്മപ്പട്ടിയും കുറച്ച് കുഞ്ഞുങ്ങളുമുണ്ടെന്ന് ആരോ അവരെ അറിയിച്ചിട്ടുണ്ട്. ആ വലിയ ട്രക്കിൽ നിന്ന് ഒരാൾ ഒരു വലിയ വടിയുമായി ഇറങ്ങി. ആ വടിയുടെ അറ്റത്ത് ഒരു കുരുക്കുണ്ട്. ആ കുരുക്ക് കൊണ്ട് അയാൾ അമ്മനായിന് പിടികൂടി ഒരു വലയിലാക്കി. 3 കുട്ടികളെയും അവർക്ക് കിട്ടി. അവർ പുറത്തിറങ്ങുമ്പോഴാണ് അവിടെ നിന്ന് മാറി ഒരു മൂലയിൽ ഒരു ഷീറ്റിന്റെ അടിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടിക്കുട്ടി ഈ സംഭവങ്ങളൊക്കെ കണ്ടത്. അവൻ ചാടി ഓടി വരുമ്പോഴേക്കും അവരെയെല്ലാം ട്രക്കിൽ കയറ്റി ആ ട്രക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൻ ആ ഇരുട്ടിൽ വണ്ടിയുടെ പിന്നാലെ കുറേ ഓടി. പാവം, ആ ചെറിയ പട്ടിക്കുട്ടിക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റില്ലല്ലോ. അവൻ ആ റോഡിൽ വഴിയറിയാതെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നിന്നു. ആ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ അവൻ തെരുവിലേക്ക് ഇറങ്ങി. ഒരു തെരുവ് പട്ടിക്കുട്ടി എന്ന പോലെ അവൻ അലഞ്ഞു തിരിഞ്ഞു. ആരും അവനെ ശ്രദ്ധിച്ചതേയില്ല. അങ്ങനെ അവിടെ നിന്ന് അടിയും തടയും ഒക്കെ പഠിച്ച് നമ്മുടെ പട്ടിക്കുട്ടി വലുതായി. അവൻ എപ്പോഴും ഓരോരോ വഴിയെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവനിപ്പോൾ ഒരു ട്രക്കിന്റെ പിന്നിൽ കയറി അതിന്റെ പുറകിൽ ആരും കാണാതെ ഇരുന്ന് യാത്ര ചെയ്യുകയാണ്. ആരും കാണാതെ ഒളിച്ചിരിക്കുന്നത് പണ്ടേ അവന്റെ സ്വഭാവമാണല്ലോ. അങ്ങനെ അവൻ ഒരു ചെറിയ ടൗണിലെത്തി. ആ സമയം നമ്മുടെ ഹീറോ ആയ കാർട്ടർ എന്ന പയ്യൻ അവിടെ പേടിച്ച് ഒളിച്ചു നിൽക്കുകയാണ്. സീനിയർ പയ്യൻ അവനെ കണ്ടു. ആ പയ്യൻ കുറെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അവനോട്. ആ സമയത്താണ് അതിലെ 2 പേർ ഒരു സോഫയുമായി പോകുന്നത്. ആ സോഫയിൽ വിരിച്ചിരുന്ന ഷീറ്റിനടിയിൽ നമ്മുടെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ സോഫയിൽ നിന്ന് ചാടി ഇറങ്ങി അങ്ങോട്ട് വന്നു. സോഫ കൊണ്ടുപോകുന്ന ചേട്ടന്മാർ നമ്മുടെ പട്ടിക്കുട്ടിയെ കണ്ടതേയില്ല. അവൻ ഒരു ചെറിയ ഷോപ്പിലുള്ള ആളെ നോക്കി കുരച്ചു. ഇത്തിരി ഫുഡ് ചോദിച്ചതാണ്. അയാൾക്കത് മനസ്സിലായില്ല. അയാൾ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. പിന്നെ അവൻ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നും ഇത്തിരി ഫുഡ് കിട്ടിയതും കൊണ്ട് ഒരാളില്ലാത്ത ഇടത്ത് വന്ന് നിന്ന് തിന്നാൻ നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ വേസ്റ്റ് കിടക്കുന്നതിനടിയിൽ നിന്ന് ഒരു ഭീമൻ തെരുവ് പട്ടി അങ്ങോട്ട് കുരച്ചു ചാടുന്നത്. നമ്മുടെ പട്ടിക്കുട്ടി ജീവനും കൊണ്ടോടി. ഭീമൻ പട്ടിയാകട്ടെ അത് കവറോടെ വിഴുങ്ങി. ആ സമയത്താണ് കാർട്ടർ ആ വഴി വരുന്നത്. കാർട്ടർ പട്ടിക്കുട്ടിയെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. പട്ടിക്കുട്ടി ആവട്ടെ ഇവനെ കണ്ണിമയ്ക്കാതെ നോക്കുകയാണ്. ഇവൻ കുഴപ്പക്കാരനാണോ എന്നായിരിക്കും നോക്കുന്നത്. കാർട്ടർ അവിടെയുള്ള ഒരു അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്ട്രോബെറി വാങ്ങി. സ്ട്രോബെറി അവന് നല്ല ഇഷ്ടമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിയെ കാണാനില്ല. അവൻ അവിടെയെല്ലാം നോക്കി. പട്ടിക്കുട്ടി അവിടെ ഒരിടത്ത് പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. കാർട്ടർ അവനെ കണ്ടു. അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നേയില്ല. അവൻ 2-3 സ്ട്രോബെറി അവിടെ വെച്ച് മാറിയിരുന്നു. പട്ടിക്കുട്ടി പതിയെ അതെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. എന്നാലും പട്ടിക്കുട്ടി പുറത്തേ ഇറങ്ങുന്നില്ല. അവൻ പുറത്തു വരുന്നില്ലെന്ന് കണ്ട കാർട്ടർ അവിടെ നിന്ന് പോയി. ഇടയ്ക്ക് പുറകിലേക്ക് നോക്കുന്നുണ്ട്. പട്ടിക്കുട്ടി പമ്മി പമ്മി പിന്നാലെ വരുന്നുണ്ട്. ചെങ്ങ് നടക്കുമ്പോൾ അവന്റെ അനിയത്തി ഫ്രാങ്ക് അവനെയും കാത്തിരിക്കുന്നു. കാർട്ടർ വരുന്നത് കണ്ടപ്പോൾ അവൾ ഓടി വന്നു. നമ്മുടെ പട്ടിക്കുട്ടി ഇതൊക്കെ കണ്ട് പതുക്കെ പുറകെ വരുന്നുണ്ടായിരുന്നു. കാർട്ടർ ഓരോരോ സ്ട്രോബെറി വഴിയിലേക്ക് ഇടുന്നുണ്ട്. ആ സമയത്താണ് അവർ പോകുന്ന ട്രാം ആ വഴി വന്നത്. ഫ്രാങ്ക് ട്രാമിൽ കയറുമ്പോൾ കാർട്ടർ പറഞ്ഞു, ഞാൻ നടന്നു വന്നോളാം. അവളെ സമ്മതിച്ചില്ല. അവനെ നിർബന്ധിച്ച് അവൾ വണ്ടിയിൽ കയറ്റി. കാർട്ടറിന് നല്ല വിഷമം തോന്നി. ഇനി എങ്ങനെയാണ് ആ പട്ടിക്കുട്ടിക്ക് കൂടെ വരാൻ പറ്റുന്നത് എന്നൊക്കെ അവൻ ചിന്തിച്ചു. നമ്മുടെ പട്ടിക്കുട്ടി ആരാ മോൻ? അവൻ ആൾറെഡി ആ ട്രാമിൽ കയറി കഴിഞ്ഞിരുന്നു. ആ ട്രാമിൽ നിന്നിറങ്ങി അവർ നടന്നു. പട്ടിക്കുട്ടിയും പിന്നാലെയുണ്ട്. അവർ പോയത് ഒരു വാച്ച് കടയിലേക്കാണ്. ആ കുട്ടികളുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു. ഒരുപാട് കഷ്ടപ്പാട് വന്ന സമയത്ത് അവരുടെ അമ്മ അച്ഛന്റെ വാച്ച് ഒത്തിരി സങ്കടത്തോടെ ആ കടയിൽ വിറ്റിട്ടുണ്ടായിരുന്നു. അത് മറ്റാർക്കും കൊടുക്കരുത് എന്ന് പറയാനാണ് ആ കുട്ടികൾ എന്നും ആ കടയിൽ വരുന്നത്. വരുമ്പോൾ അവർ സൂക്ഷിച്ചു വെച്ച് കുറച്ച് പൈസ കടക്കാരന് കൊടുക്കും. ആ വാച്ച് തിരിച്ചു വാങ്ങി അമ്മയ്ക്ക് ഗിഫ്റ്റായി നൽകണമെന്നാണ് അവരുടെ ആഗ്രഹം. കടയിൽ നിന്ന് അവർ ഇറങ്ങി വീട്ടിൽ വന്നു. അവർ വീട്ടിൽ കയറി കഥകടിച്ചു കഴിഞ്ഞാണ് പട്ടിക്കുട്ടി അങ്ങോട്ട് വന്നത്. പട്ടിക്കുട്ടി എത്ര നോക്കിയിട്ടും വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. അവസാനം അവൻ അവിടെ ഇരുന്നൊരു വേസ്റ്റ് വീപ്പ തള്ളിക്കൊണ്ടുവന്ന് അതിന് മീതെ കൂടി മുകളിൽ കയറി ജനാലയിലൂടെ അകത്തേക്ക് നോക്കി അവിടെ ഇരിപ്പായി. അകത്ത് കാർട്ടറും ഫ്രാങ്കും കൂടി എന്തൊക്കെയോ പറഞ്ഞ് നല്ല വഴക്കായി. കാർട്ടർ പിണങ്ങി ഒരിടത്ത് പോയിരുന്നു. ഫ്രാങ്ക് എന്തോ പറഞ്ഞു തിരിയുമ്പോഴാണ് ആ പട്ടിക്കുട്ടിയെ കണ്ടത്. അവൾ ഉടനെ കാർട്ടറിനെ വിളിച്ചു. അവൻ പറഞ്ഞു, നീ എന്നോട് മിണ്ടണ്ട. എന്നിട്ട് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ പട്ടിക്കുട്ടിയെ ജനലിനടുത്തിരിക്കുന്നത് അവൻ കണ്ടത്. അവൻ പെട്ടെന്ന് നിന്ന് ജനൽ തുറന്നു. പട്ടിക്കുട്ടിയെ അകത്തേക്ക് കയറ്റി. 2 പേരും ഭയങ്കര ഹാപ്പി. അവര് 2 പേരും കൊണ്ട് സോപ്പൊക്കെ തേച്ച് അവനെ കുളിപ്പിച്ചെടുത്തു. അവന്റെ രോമമൊക്കെ ചീകി നല്ല സുന്ദരനാക്കി. അമ്മ വരുമ്പോൾ വഴക്ക് പറയായിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അമ്മ വന്നു. അമ്മ വരുമ്പോ അവർ ചെന്ന് സ്വീറ്റ് അമ്മയില്ലേ, ക്യൂട്ട് അമ്മയില്ലേ, നമ്മളെ ബെസ്റ്റ് അമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ സോപ്പിടുന്നുണ്ട്. അമ്മയാകട്ടെ നിങ്ങൾ ഇന്ന് എന്ത് കുരുത്തക്കേടാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് കേട്ട് ചോദിക്കുന്നത്. പട്ടിക്കുട്ടിയെ അവർ കുറെ പാവകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് തലയിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേ അവൻ അവിടെ നിന്ന് പുറത്തു ചാടി.
അവൻ അവിടെ നിന്ന് പുറത്തു ചാടി ഒരു ഫുഡ് പാക്കറ്റിൽ തലയിട്ടു. അതിന് കവർ തലയിൽ വെച്ച് പുറകോട്ട് നടക്കുകയാണ്. കുട്ടികളാവട്ടെ അമ്മയുടെ ശ്രദ്ധ തിരിക്കാനായി ഓരോരോ പട്ടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രാത്രിയായി. അവർ പട്ടിക്കുട്ടിയും കൊണ്ട് ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫ്രാങ്ക് ചോദിച്ചു, നമുക്കിവനെ എന്താണ് പേരിടേണ്ടത്? നമുക്കിവനെ ബെഞ്ചി എന്ന് വിളിക്കാം. ഫ്രാങ്ക് ബെഞ്ചി എന്ന് വിളിക്കുമ്പോൾ പട്ടിക്കുട്ടി അവളെ നോക്കുന്നു. ഏതായാലും അടിപൊളി പേരാണ് ബെഞ്ചി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കിടക്കുന്നു. അവർ ഉറങ്ങിയപ്പോൾ നമ്മുടെ ബെഞ്ചി എഴുന്നേറ്റു. അമ്മയെ നോക്കുമ്പോൾ അവൾ ഭർത്താവിന്റെ ചിത്രം നോക്കിയിരുന്ന് കരയുകയാണ്. അമ്മ ഉറങ്ങിയപ്പോൾ ബെഞ്ചി ചെന്ന് അമ്മയെ പുതപ്പൊക്കെ പുതുപ്പിക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുത്ത് കുട്ടികളുടെ മുറിയിലെത്തിയപ്പോഴാണ് അമ്മ ബെഞ്ചി എന്ന ആ പട്ടിക്കുട്ടിയെ കാണുന്നത്. അവൾ അതിന് ഉടനെ ഇറക്കി വിടണമെന്ന് പറയുന്നു. നിങ്ങളെ നോക്കാൻ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, പിന്നെ ഇവനെ കൊണ്ട് എങ്ങനെയാണ് നോക്കുന്നത്? കുട്ടികൾ കുറെ പറഞ്ഞു നോക്കിയെങ്കിലും ഒരു വിധത്തിൽ അവരുടെ അമ്മ സമ്മതിച്ചില്ല. അവസാനം കാർട്ടർ ആ പട്ടിക്കുട്ടിയെ പുറത്ത് മഴയിലേക്ക് ഇറക്കി വിട്ടു. പാവം ബെഞ്ചി. ആ മഴയത്ത് കുട്ടികൾ വീണ്ടും വരുമെന്നോ എന്നോ മറ്റോ കരുതിയിട്ട് ഒരുപാട് നേരം അവൻ നോക്കി നിന്നു. പിന്നെ അവരെ കാണാഞ്ഞ് തെരുവിലൂടെ ഇങ്ങനെ നടന്നു അവൻ ആ ഗാർബേജ് കിടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ ആ വലിയ പട്ടിയുണ്ട്. അവൻ ആ അപ്പൂപ്പന്റെ അടുത്ത് ചെന്ന് കിട്ടിയ ഒരു ചെറിയ സ്ട്രോബെറി കടിച്ചു പിടിച്ചുകൊണ്ട് കുട്ടികളെ നോക്കി കുട്ടികൾ വരുന്ന വഴിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. കുട്ടികൾ രണ്ടുപേരും ആ വാച്ചുകടയുടെ അടുത്തെത്തി. കാർട്ടർ പറഞ്ഞു, അമ്മ ബെഞ്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, ഇനി അമ്മയ്ക്ക് ഞാൻ വാച്ച് വാങ്ങി കൊടുക്കൂല. അപ്പോൾ ഫ്രാങ്ക് പറഞ്ഞു, അമ്മ പാവല്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെയൊക്കെ നോക്കുന്നത്. അങ്ങനെ അവർ ആ വാച്ച് കടയിൽ വീണ്ടും കയറി. കടക്കാരൻ അവരോട് ആ വാച്ച് വിറ്റുപോയി, നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. വാച്ച് കൊടുത്തെന്ന് കേട്ടപ്പോൾ കുഞ്ഞു ഫ്രാങ്കിന്റെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നു. അവൾ കടക്കാരനോട് ദേഷ്യപ്പെട്ടു. അയാളാണെങ്കിൽ അവരോട് അവിടെ നിന്ന് വേഗം പോകാൻ പറയുന്നു. അപ്പോഴാണ് അവിടെ നിന്നിരുന്ന ഒരാൾ തിരിഞ്ഞു നോക്കുന്നത്. അയാളുടെ മുഖത്ത് ഒരു മുഖംമൂടി ഉണ്ടായിരുന്നു. അതൊരു കള്ളനാണ്. അയാൾ കുട്ടികളെ പിടിച്ചു വെച്ചു. മറ്റൊരു കൊള്ളക്കാരന്റെ കടയിലുള്ള സാധനങ്ങളും പണവും എല്ലാം ഒരു സഞ്ചിയിലാക്കി. കുട്ടികളെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഫ്രാങ്ക് ഒരു കള്ളന്റെ മുഖംമൂടി വലിച്ചു മാറ്റിയത്. അതോടെ ആരാണ് മോഷ്ടാവെന്ന് കുട്ടികൾ പോലീസിനോട് പറയുമെന്ന് പേടിച്ച കള്ളന്മാർ അവരെയും കൂടി പിടിച്ച് അവരുടെ വണ്ടിയിൽ കെട്ടുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ബെഞ്ചി അവിടെ നിൽക്കുന്നുണ്ട്. അവൻ കുരച്ചുകൊണ്ട് വാനിന്റെ പിറകെ ഓടി. പല വഴികളിലൂടെ ആ വണ്ടി ഓടുന്നുണ്ട്. അവൻ വണ്ടിയുടെ പിന്നാലെ വരുന്നത് കാർട്ടർ കണ്ടു. ഒരു നാൽക്കവലിയിൽ എത്തിയപ്പോൾ ബെഞ്ചി നിന്നു. ആ വാൻ എങ്ങോട്ടാണ് പോയതെന്ന് അവൻ കണ്ടില്ല. അപ്പോഴാണ് അവൻ നിലത്തൊരു സ്ട്രോബെറി കിടക്കുന്നത് കണ്ടത്. ബെഞ്ചി സ്ട്രോബെറി കിടക്കുന്ന വഴിയെ വെച്ച് പിടിച്ചു. കാർട്ടർ കയ്യിലുണ്ടായിരുന്ന സ്ട്രോബെറി ഓരോന്നായി വഴിയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. അത് കണ്ട ഒരു കള്ളൻ അവന് കുറെ ചീത്ത വിളിച്ചു. കള്ളന്മാരുടെ വണ്ടി ഒരു പഴയ കെട്ടിടത്തിന് മുമ്പിൽ നിന്നു. കുട്ടികളെ അവർ അവിടെ ഒരു തൂണിൽ കെട്ടിയിട്ടു. ബെഞ്ചി ആ കെട്ടിടത്തിന് ചുറ്റും നടന്ന് കുട്ടികളെ തിരിയുകയാണ്. ഒരു കള്ളൻ കുട്ടികളുടെ അച്ഛന്റെ വാച്ച് അവരെ കാണിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കുന്നു. തടിയും കള്ളൻ അവർ തണുത്ത് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഒരു പുതപ്പ് അവർക്ക് ഇട്ടുകൊടുത്തു. ആ സമയത്ത് ബെഞ്ചി കുട്ടികളെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഒരു ഭയങ്കരൻ പട്ടിയുടെ കുര കേട്ടത്. കള്ളന്മാരുടെ കാവൽപ്പെട്ടിയാണ്. ബെഞ്ചി ഓടി, വേറെ വഴിയില്ലല്ലോ. അവൻ ഓടി ഓടി ഒരു പൈപ്പിനുള്ളിൽ കൂടി നൂണ് കടന്നു. പുറകെ വന്ന വലിയ പട്ടി ആ പൈപ്പിൽ കുടുങ്ങിപ്പോയി. ബെഞ്ചിയുടെ പിന്നാലെ വന്ന ഒരു കള്ളൻ ഒരു സ്റ്റോർ റൂമിൽ കുടുങ്ങിപ്പോയി. ബെഞ്ചി വാതിലിൽ എന്തോ തള്ളി വെച്ച് പെട്ടെന്ന് തുറക്കാതിരിക്കാൻ വേണ്ടി അത് അടച്ചു. മറ്റു കള്ളനാണെങ്കിൽ അവനെ പിടിക്കാൻ ഒരു കമ്പിയുമായി വരികയാണ്. അവൻ ഓടി ഒരു പൊളിഞ്ഞു കിടന്ന വാനിനുള്ളിലേക്ക് കയറി. മുകളിലുണ്ടായിരുന്ന തുള്ളിയിലൂടെ പുറത്തു ചാടി കുട്ടികളുടെ അടുത്തെത്തി. കുട്ടികളുടെ കയ്യിലെ കെട്ട് വലിച്ചഴിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും കള്ളന്മാർ അങ്ങോട്ട് കയറി വന്നു. ബെഞ്ചി കുട്ടികളുടെ പുതപ്പിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവർ അവനെ കണ്ടുപിടിച്ചപ്പോഴേക്കും അവൻ ഒരുവിധം രക്ഷപ്പെട്ടു ഓടി. കുട്ടികളെ രക്ഷിക്കാൻ തന്നെ കൊണ്ട് മാത്രം പറ്റില്ലെന്ന് ബെഞ്ചിക്ക് മനസ്സിലായി. അവൻ ഓടി കുട്ടികളുടെ വീട്ടിലെത്തി. അമ്മയെ അവിടെയൊന്നും കാണുന്നില്ല. അമ്മ കുട്ടികളെ അന്വേഷിച്ച് എവിടെയോ പോയതാണ്. കുട്ടികളുടെ അമ്മയെ കാണാത്തത് കൊണ്ട് ബെഞ്ചി വേഗം ഓടി വാച്ച് കടക്കാരന്റെ അടുത്തെത്തി. അയാളെ കള്ളന്മാർ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ ബെഞ്ചിയെ പൂട്ട് തുറന്നു. അയാൾ ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് അവിടേക്ക് പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു മാസ്ക് കിട്ടി. അപ്പോഴേക്കും കുട്ടികളുടെ അമ്മയും അങ്ങോട്ട് വന്നു. ബെഞ്ചി പോലീസുകാരുടെ കയ്യിൽ നിന്ന് ആ മാസ്ക് തട്ടിയെടുത്ത് അമ്മയെ നോക്കിയിട്ട് ഓടി. അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ബെഞ്ചി മാസ്കും കൊണ്ട് ഓടുന്നതിന് പിന്നാലെ വണ്ടി എടുത്ത് അവരെല്ലാവരും പാഞ്ഞു. അങ്ങനെ അവരെ കെട്ടിയിട്ട ആ പഴയ വീട്ടിലെത്തി. പക്ഷെ അവരവിടെ മുഴുവൻ തിരഞ്ഞിട്ടും ആരെയും കണ്ടില്ല. വെറുതെ സമയം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചു പോന്നു. ബെഞ്ചി വെറുതെ ഇരുന്നില്ല. അവൻ ഓടി ഒരു കടയിൽ നിന്ന് ഒരു ഫുഡ് പാക്കറ്റ് തട്ടിയെടുത്ത് ആ ഗാർബേജിലെ പട്ടിയുടെ അടുത്തെത്തി. അവനെ ആ ഫുഡ് കാട്ടി കൊതിപ്പിച്ചു. എന്നിട്ട് അതും എടുത്ത് അവിടെ നിന്ന് ഓടി. ഭീമൻ പട്ടി പുറകെ. കുട്ടികളെ കെട്ടിയിട്ട് വീടിന്റെ അടുത്തെത്തിയപ്പോൾ ബെഞ്ചി ആ ഫുഡ് അവന് കൊടുത്തു. അപ്പോഴേക്കും അവര് പതുക്കെ കൂട്ടുകാരായി കഴിഞ്ഞിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ വലിയ പട്ടിക്ക് ബെഞ്ചിനെ ഇഷ്ടമായി.
ബെഞ്ചി അതിന്റെ ബെൽറ്റിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോയി. അവിടെ കുട്ടികൾക്ക് അവർ പുതയ്ക്കാൻ കൊടുത്ത പുതപ്പുണ്ട്. അതിന് മണം പിടിച്ച് അവർ ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി. ബേസ്മെന്റിൽ ഭിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെയാണ് ആ കള്ളന്മാർ കുട്ടികളുമായി രക്ഷപ്പെട്ടത്. ആ സമയം പോലീസ് കള്ളന്മാർ കുട്ടികളുമായി പോയ ആ വാൻ കണ്ടെത്തി. ബെഞ്ചി തന്ന സൂചനകളെല്ലാം ശരിയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവർ വീണ്ടും എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്നറിയാൻ ആ പഴയ വീട്ടിലേക്ക് വന്നു. അതിന്റെ ബേസ്മെന്റിൽ കള്ളന്മാർ പോയ വഴി അപ്പോൾ അവർ കണ്ടു. ആ വഴി എവിടെയാ ചെല്ലുന്നതെന്ന് എനിക്കറിയാം, നമുക്ക് റോഡിലൂടെ പോകാമെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ഞാൻ കാർ ഓടിക്കാമെന്ന് അമ്മ പറഞ്ഞു. ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. അങ്ങനെ അവർ കാറും എടുത്ത് പാഞ്ഞു. കള്ളന്മാർ കുട്ടികളെ ഒരു കള്ളക്കടത്ത് ബോട്ടിലെ കൊള്ളക്കാർക്ക് വിറ്റിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. പോലീസുകാർ അയാളോട് കുട്ടികളുടെ ഫോട്ടോ കാണിച്ച് ഇവരെ കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. ആ സമയത്ത് ബെഞ്ചി കുട്ടികൾ ബോട്ടിലുണ്ടെന്ന് കണ്ട് അങ്ങോട്ടോടി. ബെഞ്ചി പോകുന്നത് കണ്ട് കുട്ടികളുടെ അമ്മയും ഓടി. ബെഞ്ചി ബോട്ട് കെട്ടിയിട്ട കയറിലൂടെ ബോട്ടിലേക്ക് കയറാൻ നോക്കുന്നു. അപ്പോൾ ഒരു കള്ളൻ കമ്പിയെടുത്ത് അവനെ കുത്താൻ നോക്കി. പെട്ടെന്ന് ബെഞ്ചി കള്ളന്റെ മീതേക്ക് ചാടി. ചുവട് തന്നിപ്പോയ കള്ളൻ പുഴയിലേക്ക് വീണു. ബെഞ്ചിയാണെങ്കിൽ തലയടിച്ച് നിലത്തു. ബോട്ടിലുണ്ടായിരുന്ന കൊള്ളക്കാരന് ശ്രദ്ധ തെറ്റിയ സമയത്ത് കാർട്ടർ എന്തോ എടുത്ത് അയാളുടെ തലക്കിട്ടൊന്നു കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് ഓടി. പുറത്ത് അവർ അമ്മയെ കണ്ടു. പോലീസുകാർ കള്ളന്മാരെ എല്ലാം പിടിച്ചു. അപ്പോഴും നമ്മുടെ ബെഞ്ചിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. അവൻ പതുക്കെ കണ്ണു തുറക്കുമ്പോൾ എല്ലാവരും അവന്റെ ചുറ്റുമിരുന്ന് കരയുകയാണ്. അമ്മ അവനോട് സോറി പറഞ്ഞു. ഇനി ഞാൻ പോകുമ്പോൾ എന്റെ കുട്ടികളെ നീ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് ബെഞ്ചിയെ വീട്ടിലേക്ക് കൂട്ടുന്നതോടെ മനോഹരമായ ഈ സിനിമ അവസാനിക്കുന്നു.